പക്ഷെ നിർഭാഗ്യവശാൽ ആ ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്ത് ബാഡ് ആണെന്ന് അഭിപ്രായമുള്ള മനുഷ്യര് നമുക്കിടയിലുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. എനിക്ക് അതൊരു ഔദാര്യമല്ല, അത് സത്യമായതുകൊണ്ടാണ്. ആക്ച്വലി എനിക്ക് ഇതിൽ നിന്നൊക്കെ മനസ്സിലായത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, രാഹുൽ ഈശ്വർ നല്ല രീതിയിൽ കുക്ക് ചെയ്ത് വിട്ടു ഇവരെ രണ്ടുപേരെ. ആൻഡ് ശ്രീലക്ഷ്മി അറയ്ക്കൽ, സോ സോറി ടു സേ ദിസ്, എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വ്യക്തിക്ക് എന്തോ നല്ല ചൈൽഡ്ഹുഡ് ട്രോമയുണ്ട്. ഒന്നാമത്തെ കാര്യം ട്രോമ. അത് മാത്രമല്ല, ഇവര് തികച്ചും ഒരു പുരുഷ വിരോധിയാണ്. മനസ്സിലായോ? അതുകൊണ്ട് തന്നെയാണ് ശ്രീകണ്ഠൻ നായർ ജസ്റ്റ് തൊടാൻ പോലും താല്പര്യമില്ല. ആൻഡ് ആ ഒരു വീഡിയോ, അതായത് ഷിംജിത എടുത്ത വീഡിയോ നമ്മൾ എല്ലാവരും കണ്ടതാണ്. നമുക്ക് ആർക്കും അതിനകത്തൊരു റോങ് തോന്നിയില്ല. മനസ്സിലായോ? ആൻഡ് അവര് വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ കൈ തട്ടുന്നു. തിരക്കുള്ള ബസ്സിൽ കയറുമ്പോ കൈ തട്ടും. നമുക്ക് ആ തട്ട് കിട്ടുമ്പോൾ നമുക്ക് മനസ്സിലാവില്ലേ ഇത് ബാഡ് ടച്ച് ആണോ ഇതെന്നുള്ളതൊക്കെ. പക്ഷെ ഇവര് പറയുന്നത് ആ വ്യക്തി മരിച്ചു, ആ വ്യക്തിക്ക് നന്നായിട്ട് ബോധമുണ്ട്. ഈ കേരളത്തില് അദ്ദേഹത്തിന്റെ നിരപരാധിത്വം തെളിയിക്കാൻ സൂസൈഡ് അല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ല എന്ന്. അതൊരു വളരെ പത്തറ്റിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. ആ ആള് ജീവനോട് ഉണ്ടായിരുന്നെങ്കിൽ ആ ആളുടെ മരണം വരെ ഈ ഒരു സാധനം തെളിയാൻ പോണില്ല. അത് അദ്ദേഹം ഒന്നാമതൊരു ലോല ഹൃദയനായതുകൊണ്ടാണ് ഈ ഒരു സൂസൈഡ് അറ്റംപ്റ്റ് നടത്തിയത്. ഇനി ജീവനോട് ഇരുന്നെങ്കിലും ആ ഒരു മനക്കെട്ടി ഇല്ലെങ്കിൽ, രാഹുൽ ഈശ്വറിനൊക്കെ പോലെ ഒരു മനക്കെട്ടുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ, അതേപോലെ നിവിൻ പോളി, ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞ പോലെ നിവിൻ പോളി, സിദ്ദിഖ്, എത്ര ആൾക്കാർ ഇങ്ങനെ ഫേക്കില് ആ ഒരു ചാപ്പ ഫേസ് ചെയ്ത് പോകേണ്ട സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. മനസ്സിലായോ? അപ്പോൾ അയാൾക്കത് പ്രൂവ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതും, പിന്നെ ആ ഒരു നാണക്കേട് ചെയ്യാത്ത തെറ്റിനുള്ള ഒരു മെന്റലി ഭയങ്കര ലോ ആയതുകൊണ്ടാണ് ആ വ്യക്തി അത് ചെയ്തത്. അദ്ദേഹം മരിച്ചിട്ടും ശ്രീലക്ഷ്മി അറയ്ക്കൽ പറയുന്നത് എന്താണ്, ഈ ഒരു ടച്ചിൽ ബാഡായിട്ട് തോന്നുന്ന ഒരുപാട് ആൾക്കാർ ഈ ലോകത്തിൽ ഉണ്ടാവുമെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇൻ ദ സെൻസ് ലൈക്ക് ശ്രീലക്ഷ്മി അറയ്ക്കലിനെ ഫീൽ ചെയ്തിട്ടുണ്ടെന്ന്. അപ്പൊ ഇവരിലേക്കുള്ള ഒരു വിഷം ആലോചിച്ച് നോക്കിയേ. അപ്പൊ ഇങ്ങനെ തോന്നുന്നവർക്ക് എന്തോ സൈക്കാട്രിക് പ്രോബ്ലം ഉള്ളതായിട്ടാണ് എനിക്ക് എന്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുന്നത്. അതല്ലെങ്കിൽ അവർ ഫേസ് ചെയ്ത് അവരുടെ ലൈഫിലെ ഏറ്റവും തിക്തമായ എന്തെങ്കിലും അനുഭവം, അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി ഒരു ട്രോമ, അല്ലെങ്കിൽ തികഞ്ഞ പുരുഷ വിരോധി. മനസ്സിലായോ? അതേപോലെ തന്നെ അബ്യൂസ് ചെയ്യുന്ന ആൾക്കാരുടെ മൈൻഡ്, അബ്യൂസ് ചെയ്യാറുണ്ടോ? ഇതെന്താ കാലത്തും വൈകിട്ട് 3 നേരം ചെയ്യേണ്ട സംഭവമാണ് അബ്യൂസ് ചെയ്യാന്നുള്ളത്. നമ്മൾക്കൊന്നും ബസ്സിൽ കയറിയിട്ട് പുരുഷന്മാർ കൈ പൊക്കുന്ന കണ്ടാൽ മനസ്സിലാവും എന്താണിത്. നമ്മൾ കയറിയിട്ട് ആരൊക്കെ കൈ പൊക്കുന്നുണ്ട്, ആരൊക്കെ കൈ സൈഡിലോട്ട് വെക്കുന്നുണ്ട്. അങ്ങനെയല്ല, നമ്മൾ ബസ്സിൽ കയറി നമ്മുടേതായ രീതിയിൽ നമ്മൾ ഇരിക്കുന്നു. നമ്മളൊരു സ്ത്രീ എന്നുള്ള രീതിയിൽ നമ്മൾ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ നിന്നുള്ള ഒരു ആക്ട് ഇപ്പൊ തട്ടുമ്പോൾ നമ്മൾ നോക്കും. അപ്പൊ മനസ്സിലാവും ആ ടച്ച് എങ്ങനത്തെയാണെന്നുള്ളത്. ഇതിൻ്റെതായ ഒരു ആ ഒരു ലൈക്ക് നോർമലി ടച്ച് ചെയ്യുന്നതാണ്. ചില ആൾക്കാരൊക്കെ ടച്ച് സോറി കേട്ടോ എന്ന് പറയും, മാന്യന്മാരുണ്ട്, അല്ലാതെ ഞരമ്പ് കാണിക്കുന്ന ആൾക്കാരുകളുണ്ട്. പക്ഷെ ഇവര് രണ്ടുപേരും, അല്ലെങ്കിൽ ഈ ഒരു ഇതില് എനിക്ക് ഫീൽ ചെയ്ത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പുരുഷന്മാരുടെ പ്രശ്നങ്ങൾ പറയുന്നു, ഇപ്പോഴത്തെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പറയുന്നു. ഇനി മുന്നോട്ട് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ പാടില്ല. അതിനെന്ത് ചെയ്യാൻ പറ്റുന്നുള്ള സൊല്യൂഷൻ കണ്ടെത്തിയതായിട്ട് എനിക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. അതേപോലെ തന്നെ സ്ത്രീകൾ ഇനി റിയൽ ഇൻസിഡന്റ് ആയിട്ട് സ്ത്രീകൾ മുന്നോട്ട് കൊണ്ടുവന്നാലും അതിനെ ഏതവനാണോ ചെയ്തത് ആ ഞരമ്പൻ അല്ലെങ്കിൽ ആ ഞരമ്പന്മാര് വരെ ഇതിനെ ഷിംജിതയായിട്ട് കണക്ട് ചെയ്ത് ഹൈഡാക്കി സേഫ് ആവുന്ന സിറ്റുവേഷൻ വരും. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ലോകത്ത് ഉണ്ടാവാൻ പാടില്ല. പലരും ഇതിലിപ്പോ പറയുന്ന കാര്യമാണ് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായി, പ്രൂഫ് എവിടെ? പ്രൂഫ് ഇല്ലെന്ന് വെച്ചാൽ സിറ്റുവേഷൻ ഇല്ലെന്നാണ് അർത്ഥം. നോർമലി ഇപ്പൊ ഞാൻ ഉദാഹരണത്തിന് പറയാണ്, ഒരു സ്ത്രീക്ക് ഒരു ഇൻസിഡന്റ് ഉണ്ടായി, അപ്പോൾ വീഡിയോ എടുക്കാൻ ഒന്നും നിൽക്കാതെ ആ സ്ത്രീ സ്ട്രേറ്റ് റിയാക്ട് ചെയ്ത് എല്ലാവരും വിളിച്ചു പറഞ്ഞിട്ട് പെട്ടെന്ന് പോലീസോ അല്ലെങ്കിൽ നാട്ടുകാരോ ഇവൻ ഇങ്ങനെ ചെയ്തതിന്റെ പ്രൂഫ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, പ്രൂഫ് ഇല്ല, ഞാൻ പെട്ടെന്ന് റിയാക്ട് ചെയ്തു, ഞാൻ പെട്ടെന്ന് അവന്റെ കരണത്തടിച്ചു, അല്ലെങ്കിൽ ഇവൻ ഇത് ചെയ്തു എന്ന് പറയുമ്പോൾ പ്രൂഫ് ഇല്ലാത്തതുകൊണ്ട് ആ സ്ത്രീ അവിടെ നിസ്സഹായ ആയാൽ കേരളത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? ആ നിസ്സഹായതയെ കയറി പിടിച്ചിട്ട് ഇപ്പുറത്ത് ചെയ്തവൻ എക്സ്പെർട്ട് ആയി കഴിഞ്ഞാൽ അവസ്ഥ എന്തായിരിക്കും? ഇനിയിപ്പോ ആ സ്ത്രീ കേസിന് പോയി എന്ന് വെച്ചോ, രാഹുൽ ഈശ്വർ പറഞ്ഞ പോലെ തന്നെ പുരുഷന്മാര് നിരപരാധിത്വം തെളിയിക്കാൻ കയറി നടക്കുന്ന പോലെ സ്ത്രീകളും കയറി നടക്കേണ്ടി വരും. പക്ഷെ സ്ത്രീകൾ അതിനകത്ത് ഫേസ് ചെയ്യാൻ പോകുന്ന സിറ്റുവേഷൻസ് എന്തൊക്കെയായിരിക്കും? എത്ര സ്ത്രീകൾക്ക് അതിനുള്ള മനക്കെട്ടി ഉണ്ടാവും? അപ്പോ പ്രൂഫ് ഉണ്ടോ? ഒരു ടൂൾ ആയിട്ടാണ് ഇവർ പലരും ഈ ഒരു വീഡിയോ എടുക്കുന്നത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഷിംജിതെ പോലത്തെ കുറെ ആൾക്കാർ കാരണം ഒരുപാട് സ്ത്രീകൾ ഇനി സഫർ ചെയ്യും. ഇനിയിപ്പം ലൈക്ക് ഒന്ന് ആലോചിച്ച് നോക്കി, ഒരുത്തൻ നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ തൊടുമ്പോൾ പ്രൂഫ് വേണമെന്ന് വെച്ചാൽ വീഡിയോ എടുക്കണോ വേണ്ട, സ്പോട്ടിൽ റിയാക്ട് ചെയ്യണോ വേണ്ട? റിയാക്ട് ചെയ്താൽ തന്നെ ഈ സ്ത്രീ എങ്ങനെ തെളിയിക്കും? പ്രൂഫ് ഇല്ല, എന്തെങ്കിലും ഉണ്ടോ? അപ്പൊ എന്ത് ചെയ്യണം? ബസ്സുകളിൽ CCTV മസ്റ്റ് ആവണം. ബസ്സുകളിൽ CCTV മസ്റ്റ് ആയാൽ മാത്രം പോരാ, എല്ലാം വർക്കിംഗ് കണ്ടീഷൻ ആയിരിക്കണം.
മനസ്സിലായോ? ഇതിനകത്ത് ഇവർ രണ്ടുപേരും സംസാരിക്കുന്നത് കൈ പൊക്കിയാൽ അറിയാൻ പറ്റും. അയാൾക്ക് കൈ പൊക്കിയെന്ന് പറഞ്ഞാൽ അയാൾ കൈ പൊക്കുന്നു. ആ കൈ പൊക്കുന്നത് നമ്മളെ തൊടാനാണെന്ന് നമുക്ക് എങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റും? ആൻഡ് അത് എങ്ങനെ ദീപകിന്റെ വിഷയമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും? ഞരമ്പന്മാരുണ്ട്, അല്ലാതെ ദീപകിനെ പോലെ അയ്യോഭാവിയായിട്ട് കുടുംബം നോക്കി ജീവിക്കുന്ന പുരുഷന്മാരുണ്ട്. ഈ ഒരു ദീപകിന്റെ ഇൻസിഡന്റോട് കൂടിയിട്ട് ഒരു ഭാഗത്ത് ലൈക്ക് യുനോ പുരുഷന്മാര് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, അതേപോലെ സ്ത്രീകൾ ഫേസ് ചെയ്യുന്ന പ്രശ്നം, ഇതിന്റെ ഇടയിൽ കൂടെ ഞരമ്പന്മാര് നൈസായിട്ട് സ്മൂത്ത് ആയിട്ട് അങ്ങോട്ട് പോവുകയാണ്. ഇപ്പോഴും ഇതിനകത്തൊരു കറക്റ്റ് സൊല്യൂഷൻ വന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ആൻഡ് ശ്രീലക്ഷ്മി അറക്കലൊക്കെ ശ്രീലക്ഷ്മി അറക്കലെ പോലത്തെ ആൾക്കാരുകൾ ഉണ്ടെങ്കിൽ അവർ ഒറ്റ പേരെ പറയാനുള്ളൂ, പുരുഷ വിരോധി. അവർക്ക് എല്ലാ പുരുഷന്മാരോടും വിരോധമാണ്. അതുകൊണ്ട് തന്നെയാണ് ദീപകിന്റെ കാര്യം റോങ് ടച്ച് ആയിട്ട് തോന്നിയെന്ന് പറയുന്നതും SKN കയ്യിൽ തൊട്ടപ്പോൾ ആ തുടരുന്നുള്ള വർത്താനം വന്നതും ഒക്കെ സംസാരിച്ചത് അതുകൊണ്ടാണ്. സോ അവരുടെ മൈൻഡ് സെറ്റ് വേറെ എന്തോ രീതിയിൽ മാറിക്കിടക്കുകയാണ്. ആൻഡ് പുരുഷൻ കൈപൊക്കുന്ന കണ്ടാൽ മനസ്സിലാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ എന്ത് ലോജിക്കില്ലാത്ത കാര്യമാണ്. പുരുഷന്മാർക്ക് കൈപൊക്കണ്ടേ? കൈപൊക്കുന്നവരെല്ലാരും കയറി പിടിക്കാൻ പറ്റുന്നവരാണോ? അപ്പൊ ചിന്തിച്ച് സംസാരിക്കാതെ ഇപ്പോ സ്ത്രീകൾ മാത്രമേ ഫേസ് ചെയ്യുന്നുള്ളൂ എന്നുള്ള ഒരു കൺക്ലൂഷനിലോട്ട് എത്തരുത്. സ്ത്രീകളും ഫേസ് ചെയ്യുന്നുണ്ട്, പുരുഷന്മാരും ഫേസ് ചെയ്യുന്നുണ്ട്. എന്തിന്? ഞാൻ തൊട്ടുമുമ്പത്തെ വീഡിയോയിൽ എന്റെ എക്സ്പ്ലനേഷൻ, എന്റെ എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്തില്ലേ? ഞാൻ പേഴ്സണലി ഫേസ് ചെയ്ത് എന്റെ ലൈഫിൽ ഉണ്ടായ ഒരു കാര്യം പറഞ്ഞിട്ട് പുരുഷന്മാർ എന്നെ ട്രീറ്റ് ചെയ്ത രീതി, അല്ലെങ്കിൽ പുരുഷന്മാർ എന്നെ പറ്റിയിട്ട് കമന്റ് ഇട്ട രീതി, ഇത് പല സ്ത്രീകളെയും ഹൈഡ് ആക്കിക്കും. പുരുഷന്മാര് സഫർ ചെയ്യുന്ന പുരുഷന്മാരുണ്ട്, സ്ത്രീകൾ ഇതേപോലെ ചാപ്പ കുത്തിയിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന പുരുഷന്മാരുണ്ട്, പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്ന പുരുഷന്മാരുണ്ട്, പേടിക്കാൻ പുറത്ത് പറയാൻ പേടിയുള്ള പുരുഷന്മാരുണ്ട്, അതേപോലെ സ്ത്രീകളുണ്ട്. ഇതെല്ലാം കുട്ടിച്ചോറാക്കിയത് ഈ ഷിംജിത അല്ലെങ്കിൽ ഷിംജിയുടെ കേസ് കാരണം സേഫായ ഞരമ്പന്മാരാണ്. എല്ലാവരും പെർഫെക്റ്റ് ആവുന്നു. അങ്ങനെയാണെങ്കിൽ കേരളം എത്രയേ നന്നായേനെ, എത്രയൊക്കെ നല്ല രീതിയിൽ പോയേനെ. ഈ ഗോവിന്ദശാമിയും ഷിംജിതയും ഗ്രീഷ്മയും പിന്നെ അതേപോലെ അന്ന് ആ പീഡിപ്പിച്ച എന്താണ്, അങ്ങനെ ഒരുപാട് ആൾക്കാരൊക്കെ ഉള്ള കേരളത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ ഇതിന് കറക്റ്റ് ഒരു സൊല്യൂഷനാണ് വേണ്ടത്. ഒരു സ്ത്രീ റിയൽ ആയിട്ട് ഇൻസിഡന്റ് പറ്റിയിട്ട് ആ സ്ത്രീ വന്ന് സംസാരിക്കുമ്പോൾ പ്രൂഫ് എവിടെ? പ്രൂഫ് ഇല്ലാത്തതുകൊണ്ട് നീ റീച്ച് ആവാൻ വേണ്ടി പറഞ്ഞല്ലേ ചോദിക്കുമ്പോൾ ആ സ്ത്രീ അവിടെ നിസ്സഹായ അവസ്ഥയാവാണ്. അതേപോലെ തന്നെയാണ് പുരുഷന്റെ കേസും. അപ്പൊ ഇതിനെ ലീഗലി സ്ട്രോങ് ആയിട്ട് ആക്ഷൻ എടുത്ത് മുന്നോട്ട് കൊണ്ടുപോയി സംസാരിച്ച്, സ്ത്രീയാണ് കള്ളം പറയുന്നതെങ്കിൽ സ്ത്രീക്കെതിരെ കേസെടുക്കുക, പുരുഷനാണ് തെറ്റിദ്ധരിക്കുന്നത് പുരുഷനെതിരെ കേസെടുക്കുക. അല്ലാതെ സ്ത്രീ പറയുമ്പോഴേക്കും പുരുഷനെ തൂക്കിയെടുത്ത് ഇടുക. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ പുരുഷൻ ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോഴേക്കും സ്ത്രീ, അങ്ങനെയല്ല. ഇതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നമ്മുടെ നിയമത്തിന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അവരാണ് കീൻ ആൻഡ് വാച്ച് ആയിട്ട് ക്വസ്റ്റ്യൻ ചെയ്ത് മനസ്സിലാക്കി കാര്യങ്ങൾ എടുക്കേണ്ടത്. ഇപ്പൊ ഒരു പുരുഷൻ പ്രശ്നം ഉണ്ടാക്കി ഇപ്പൊ തെറ്റ് ചെയ്ത ആള് സ്പോട്ടിൽ സമ്മതിക്കില്ല. അതിൻ്റെതായ തരവും കാര്യങ്ങളും വെച്ച് ചോദിച്ച് കാര്യങ്ങൾ ക്ലിയർ ആക്കണം. അല്ലാതെ ഒറ്റയടിക്ക് ഈ സാധനം സോഷ്യൽ മീഡിയയിലേക്ക് ഇട്ടിട്ട് മൊത്തം വൈറലാക്കി തെറ്റ് ചെയ്തവൻ സേഫ് ആവും, തെറ്റ് ചെയ്യാത്ത ആള് ക്രൂശിക്കപ്പെടേണ്ട ഒരു സിറ്റുവേഷനിലോട്ട് ഇനിയും ഈ കേരളം മുന്നോട്ട് പോകും. ഈ കോലത്തിലാണെന്നുണ്ടെങ്കിൽ ആ സിറ്റുവേഷനിൽ നിന്ന് മാറണം. ആ സിറ്റുവേഷനിൽ നിന്ന് എന്തായാലും മാറണം. അപ്പോ ഇതിനകത്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നത് നിയമത്തിന് മാത്രമാണ്. CCTV ക്യാമറ വർക്ക് ചെയ്യിക്കുക, പ്രോപ്പർ ആയിട്ടുള്ള കാര്യങ്ങൾ, സ്ത്രീകൾ റിയാക്ട് ചെയ്യുമ്പോൾ അതിന്റെ എന്താണ് ഏതാന്നുള്ള വശങ്ങൾ മനസ്സിലാക്കി നിൽക്കുക. ആൻഡ് അഗെയിൻ ശ്രീലക്ഷ്മി അറക്കല് ലൈക്ക് ഒരു രീതിയിലും താങ്കളെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. താങ്കളുടെ തോട്ട് പ്രോസസ്സും താങ്കൾ പറയുന്ന കാര്യങ്ങളും എല്ലാം പുരുഷന്മാർക്ക് ധൈര്യം ഇല്ലെന്നാണ് ശ്രീലക്ഷ്മി അറക്കല് പറയുന്നത്. അത് തെറ്റാണ്. ധൈര്യമുള്ള നട്ടിലുള്ള പുരുഷന്മാരെ ശ്രീലക്ഷ്മി ഇതുവരെ കണ്ടിട്ടില്ല. മനസ്സിലായോ? അതുപോലെ സ്ത്രീകളെല്ലാം അബലകളാണ്, സ്ത്രീകളെല്ലാം ഉടായ്പകളാണ്, സ്ത്രീകളെല്ലാം ഫേക്കാന്ന് പറയുന്നവരോടാണ്. ജെന്യൂനായിട്ട് തെറ്റിന് നേരെ പ്രതികരിച്ചും ശരിക്ക് നേരെ സംസാരിച്ചും ജെന്യൂനായിട്ട് പോകുന്ന സ്ത്രീകളെ നിങ്ങൾ കണ്ടിട്ടില്ല. എല്ലാ സ്ത്രീകളുടെ ഉദ്ദേശം യൂസും റീച്ചും അല്ല. എല്ലാ പുരുഷന്മാരുടെ ഉദ്ദേശവും അവന്റെ ബോഡി നീഡല്ല. ഇതൊക്കെ വേറിട്ട് ചിന്തിക്കാൻ്റെ ഒരു 2026 ആയി. ജനുവരി എന്തായാലും കൊള്ളാം. സ്ത്രീകൾ പെണ്ണുങ്ങൾ തൂക്കി. വേറൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അതിനകത്തൊരു പെൺകുട്ടി ഫേസ് ക്രീം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടെ കെയർ ഓഫിൽ അമ്മയെ തല്ലിയത്. ആ കൊച്ച് വൺ ടെമ്പറും വൺ ഹൈപ്പാവും. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ചൈൽഡ് ട്രോമ, അല്ലെങ്കിൽ ഡ്രഗ്സ് സംഭവങ്ങൾ, അല്ലെങ്കിൽ അമ്മയുടെ ഭാഗത്തു നിന്നുണ്ടായ എന്തെങ്കിലും സംഭവം. പുള്ളി വേറെ ലെവലാ. വീഡിയോക്കാർക്കൊക്കെ നിന്ന് കൊടുക്കുക. അതേപോലെ തന്നെ ഒരു ലേഡി പോലീസിനോട് പറയുന്നുണ്ട് എനിക്ക് മാഡത്തിനോട് സംസാരിക്കാൻ താല്പര്യമില്ലാന്ന്. എങ്ങോട്ട് കേരളം പോകുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല.